ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഒരു വിരുന്നുകാർ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്നൊരു കോള് എനിക്ക് വന്നു കേട്ടോ. ഹലോ, വീട്ടിലുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന്. അപ്പോൾ ആരാന്നല്ലേ, എൻ്റെ വല്യമ്മയുടെ മോനും മരുമകളും അതുപോലെ തന്നെ അവരുടെ കുട്ടിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ ഗൾഫിലായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ വീട്ടിലേക്ക് മേമേനെ കാണാൻ വരികയാണ്, പിന്നെ ഞങ്ങളെയൊക്കെ കാണാൻ വരികയാണ്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മളെല്ലാവർക്കും. അപ്പോൾ അത് 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അവരെത്തുമ്പോഴേക്കും. അപ്പോൾ ബേബിക്ക് വിശന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോറ് കൊടുത്തു. അപ്പോൾ അവർ വന്ന ടൈമും അവൾ ഇരുന്ന ടൈമും ഒന്നായിരുന്നേ. അവർ പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞത് വരുന്നുണ്ട് എന്ന്. നമ്മൾ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവരിപ്പോൾ പറഞ്ഞു പോയിട്ട് ഫുഡ് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതാ അവരെത്തി. ആദ്യം തന്നെ വേദുവിനെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. വന്നപ്പോൾ ഭയങ്കര, അതുവരെ ഭയങ്കര ഇതായിരുന്നേ. അവരെ കണ്ടപ്പോൾ ഭയങ്കര ഒരുമാതിരി എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയില്ല. സൈലൻ്റാണ് അവൻ. ആരെങ്കിലും വന്ന് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇയാൾ പിന്നെ ഒരു പോക്കിരിയാണ് കേട്ടോ. കാരണം പാത്രങ്ങളൊക്കെ എടുത്ത് അവൻ്റേതായ കളികൾ തുടങ്ങി. ലാസ്റ്റ് പോവാൻ നേരമായപ്പോഴാണ് വേദു ഒന്ന് ഫ്രണ്ട്ലി ആവാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോഴേക്കും അവർ പോവുകയും ചെയ്തു. ഇവൻ ഇങ്ങനെ ഈ പാത്രങ്ങളായിട്ടൊന്നും ഇപ്പോൾ കളിക്കാറില്ല വേദു. അവൻ കളിക്കുന്നത് കണ്ടിട്ടാണ് ഇപ്പോൾ പാത്രങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കളി ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടിട്ട് അവനും. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ വർത്തമാനങ്ങൾ യൂട്യൂബിൻ്റെ കാര്യം ഇൻസ്റ്റയുടെ കാര്യമൊക്കെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പത്മ ചേച്ചി നമ്മുടെ സ്ഥിരം വ്യൂവറാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ പോവാൻ നേരത്ത് അവൻ കുക്കറായിട്ട് കളിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പം വേദു ചോദിക്കുന്നത് എന്താ അപ്പം ഇത് കുറേ നേരമായാലോ കുക്കറായിട്ട് കളിക്കുന്നത്, ഇതുവരെയായിട്ടൊന്നും ആയില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. വിസിലൊക്കെ ഇങ്ങനെ എടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. അവൻ ആ കുക്കർ 1 മണിക്കൂറായിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്നവരെ ആ കുക്കർ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾ കുക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നേ. അപ്പോൾ വേദു അവൻ്റേതായ രീതിയിൽ കുക്കിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 2:30 ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി കേട്ടോ. അധികം നേരം നിന്നില്ല, അവർക്ക് പോയിട്ട് വേണം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അവർ ചായയും അതുപോലെ തന്നെ പലഹാരമൊക്കെ കൊടുത്തു. ഞങ്ങൾ കഴിച്ചു. ചോറ് നമ്മൾ കഴിച്ചോളാൻ പറഞ്ഞു അവരോട്. പക്ഷേ അവർ വീട്ടിൽ പോയിട്ടാണ് കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അതല്ല ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അവർ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാ മഴയൊക്കെ ഒന്ന് ഇതായിന്ന് കണ്ടപ്പോൾ അമ്മ തുണി തൊരടാൻ പോകട്ടെ. അപ്പോൾ അവർ കാറ് നമ്മുടെ തെങ്ങിൻ്റെ ആ ഭാഗത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ തെങ്ങിൻ്റെ അവിടെ തേങ്ങ വീഴുമോ പട്ട വീഴുമോ എന്ന് പേടിച്ചിട്ട് റോട്ടിൻ്റെ അവിടെ ഇട്ടു ശ്രീരാഗേട്ടൻ. പക്ഷേ എന്താ ഉണ്ടായേണ്ടത് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ആ കറക്റ്റ് കാറ് നിന്നോടത്തുനിന്ന് തേങ്ങ വീണു കേട്ടോ. തെങ്ങ് ചതിക്കില്ല എന്നൊക്കെ പറയുമല്ലോ, പക്ഷെ വെറുതെ എടുത്ത് തെങ്ങ് ചതിക്കും. അതാണ് ഉണ്ടായത് ഗൈസ്. അപ്പോൾ ഇറങ്ങാൻ നേരം ഇതാ പത്മ ചേച്ചി ടാറ്റയും ഫ്ലൈങ് കിസ്സൊക്കെ വേദുട്ടനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ വേദും ആ പോവാൻ നേരത്താണ് ടാറ്റയും ഫ്ലൈങ് കിസ്സൊക്കെ ഒന്ന് കൊടുത്തത് കേട്ടോ. അപ്പോഴാണ് അവൻ ഒന്ന് സെറ്റായി വന്നത്. അപ്പോഴേക്കും അവർ പോവുന്നത്. അപ്പോൾ എന്നോട് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് പ്രചോദനം നൽകുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.